ഹലോ മക്കളെ, അപ്പൊ ഈ ഒരു മാർച്ച് 5-ാം തീയതി മുതൽ നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ എല്ലാവരും വളരെ ഗംഭീരമായിട്ട് തന്നെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. നമ്മുടെ ടീച്ചേഴ്സ് ഇവിടെ ഫുൾ ഓൺ തന്നെയായിരുന്നു. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോരോ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നിരുന്നത്. അപ്പൊ പലർക്കുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു സ്പ്ലിറ്റ് ആയിട്ടാണല്ലേ ഇപ്രാവശ്യം ടൈം ടേബിൾ വന്നിട്ടുള്ളത്. അതായത് UP അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകൾക്കും UP ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്കൂളുകൾക്കും വേറെ വേറെ ടൈം ടേബിൾ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ മാർച്ച് 5-ാം തീയതി കുറച്ച് പേർക്കാണ് ആ ഒരു മാർച്ച് 5-ാം തീയതി എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി കുറച്ച് പേർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മാർച്ച് 15-ാം തീയതിയോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലർക്കുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർച്ച് 5-ാം തീയതി മുതലുള്ള ക്ലാസ്സസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മാരത്തോൺ ലൈവുകളും എല്ലാതും ഗംഭീരമായിട്ട് നടന്നു. നമ്മുടെ കുട്ടികളെല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എക്സാം ഒക്കെ എഴുതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാർച്ച് 15-ാം തീയതി എക്സാം എഴുതുന്ന കുട്ടികൾക്ക്, അതായത് UP ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്കൂളുകളിൽ എക്സാം എഴുതുന്ന മക്കൾക്ക് ഞങ്ങൾക്ക് ഈ മാരത്തോൺ ലൈവുകളൊന്നും ഉണ്ടാവില്ലേ എന്നുള്ളൊരു ഡൗട്ട് പലർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളെ ആരും മൈൻഡ് ആക്കൂലേ, ഞങ്ങൾക്ക് ഈ മാരത്തോൺ ലൈവുകളൊന്നും ഉണ്ടാവില്ലേ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആരും ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മാരത്തോൺ ലൈവുകൾ ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും എൻ്റെ കുട്ടികളെ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ ക്ലാസ്സസ് നടക്കാറുള്ളത് അതേ സമയത്ത് തന്നെ എല്ലാ ദിവസവും നടക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കും നമ്മുടെ മാരത്തോൺ ലൈവുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആരും അത് മിസ് ചെയ്യരുത്. കറക്റ്റ് സമയത്ത് ഓരോ ദിവസവും നിങ്ങൾക്ക് ഏതൊക്കെയാണ് എക്സാം വരുന്നത് അതിൻ്റെയൊക്കെ മാരത്തോൺ ലൈവുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ആരും അത് മിസ് ചെയ്യരുത്. നിങ്ങളും എല്ലാവരും നമ്മുടെ ടൈം ടേബിൾ മാറി എന്ന് വിചാരിച്ച് നമ്മുടെ കുട്ടികളെ നമ്മൾ വിട്ട് കളയില്ല. അപ്പൊ നിങ്ങൾക്കും നമ്മുടെ എല്ലാ ടീച്ചേഴ്സും എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഒരു ടെൻഷനും വേണ്ട. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ലാംഗ്വേജ് സബ്ജക്റ്റിലാണ് ഫസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് സബ്ജക്റ്റിന്റെ മാരത്തോൺ ലൈവുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു കാരണവശാലും ഒരു ടെൻഷനും വേണ്ട, അടിപൊളിയായിട്ട് ഇരിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ ഇനി എക്സാം എഴുതാൻ പോകുന്ന മക്കളും എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക, നന്നായിട്ട് പഠിക്കുക. പലർക്കും ഒരു ടെൻഷൻ ഉണ്ട് അല്ലെ, അയ്യോ ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ, ഇനിയിപ്പോ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടാനായിട്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് പലരും ഇരിക്കുന്നുണ്ടാവും. ഒരു ടെൻഷനും വേണ്ട മക്കളെ, അടിപൊളിയായിട്ട് ഇരിക്കുക. ഫുൾ സെറ്റ് ആയിട്ട് ഫുൾ കോൺഫിഡൻസോടെ കൂടെ ഇരിക്കുക. നമുക്ക് പഠിച്ച് അടിപൊളിയായിട്ട് നല്ല മാർക്ക് വാങ്ങാം.